തിരുവല്ലയിൽ കൂടെ യാത്ര ചെയ്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര സംശയമാണ്. ബൈപ്പാസിൽ കൂടെ യാത്ര ചെയ്യുന്നത് ഒരുപാട് സമയക്കൂടുതലാണ്. അതിലും നല്ലതാണ് നമ്മൾ ടൗണിൽ കൂടെ പോകുന്നതെന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്തു. അപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ ഡയറക്ഷനിൽ നിന്ന് വരുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ സിഗ്നൽ 4:46 PM ആയി. അവിടെ നിന്ന് നമ്മൾ ഗ്രീൻ കിട്ടി നമ്മൾ നേരെ മുമ്പോട്ട് പോകും. ഈ വരുന്ന സിഗ്നൽ നമ്മുടെ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അവിടുത്തെ സിഗ്നൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ നമുക്ക് റെഡാണ് കേട്ടോ. അവിടെ നമ്മൾ 4:47 ഓടിച്ചെന്നു. അങ്ങനെ 4:48 1 മിനിറ്റോളം നമുക്ക് അവിടെ കിടക്കേണ്ടി വന്നു. കാരണം അത്യാവശ്യം തിരക്കുള്ളൊരു സിഗ്നലാണ്. അങ്ങനെ അവിടെ നമ്മൾ ഗ്രീനായിട്ട് ഇതേ മുമ്പോട്ട് പോവാണ്. ഇനി വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടുത്തെ ഒരു സിഗ്നലാണ്. ആ സിഗ്നലും നമ്മൾ കവർ ചെയ്ത് 4:49 ആയി. അതും കഴിഞ്ഞ് നമ്മൾ നേരെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു സിഗ്നലാണ്. ഭാഗ്യം കൊണ്ട് അവിടെ നമുക്ക് ഗ്രീൻ ആയിരുന്നു. അതും കഴിഞ്ഞ് വീണ്ടും സിഗ്നൽ, ഈ സിഗ്നലിൽ കുറച്ച് സമയം നമുക്ക് പോകാൻ സാധ്യത. അവിടെ നമുക്ക് ഗ്രീൻ കിട്ടി മുമ്പോട്ട് പോയി. ഇവിടെ 4:51 ആയി കേട്ടോ. നമ്മുടെ TMM ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സിഗ്നലാണ്. 4:51 ആയി. അത് നമ്മൾ കവർ ചെയ്യുമ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് രാമഞ്ചിറയിൽ നമ്മുടെ സിഗ്നലിലേക്കാണ് കേട്ടോ. ആ സിഗ്നലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴുള്ള കറക്റ്റ് സമയം നിങ്ങളെ കാണിക്കാം. പലർക്കുള്ള സംശയമാണ് തിരുവല്ല ടൗണിൽ കൂടെ വരുന്നതാണോ എളുപ്പം, ബൈപ്പാസിൽ കൂടെ വരുന്നതാണോ എളുപ്പം എന്നുള്ളത്. നമ്മൾ ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് പോയാലും സിഗ്നലിൽ കയറിയാൽ സമയം പോകും എന്നുള്ള വാസ്തവമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. രാമഞ്ചിറ സിഗ്നലിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സമയം എത്രയാണെന്നത് നിങ്ങൾ നോക്കിയോ കേട്ടോ. 4:52 PM. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും സിഗ്നലിൽ കയറിയ ഇത്രയും സമയമൊക്കെ തന്നെ പോകും. തിരുവല്ലയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് സിഗ്നലിൽ കയറിയ സമയം കൂടുതൽ പോകുന്നുള്ള ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്.